ഹലോ ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ വീണ്ടും പുതിയൊരു ബുക്ക് എക്സ്പ്ലനേഷൻ ചെയ്യാൻ വേണ്ടി വന്നേക്കുകയാണ്. നിങ്ങൾക്ക് ഈ പുതിയ ബുക്ക് അറിയാം, വളരെ ആകാംക്ഷയോടെ എനിക്കറിയാം. ഈ പുതിയ ബുക്കിൻ്റെ പേരാണ് നേതാവ് രക്ഷപ്പെടുന്നത്. അപ്പം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ നേതാവ് രക്ഷപ്പെടുന്നത് അത് ഏത് ടൈപ്പ് ബുക്കാണ്? അങ്ങനെ ഒരു ബുക്കുണ്ട്. ഔസേഫ് മാസ്റ്റർ എഴുതിയ ഒരു ബുക്കാണ് നേതാവ് രക്ഷപ്പെടുന്നത്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഒരു ബുക്ക് കിട്ടി അതിൻ്റെ പിന്നെ ഇരിക്കുന്ന വശം വായിക്കണമെന്ന്. ആ വശം ഞാൻ വായിക്കുന്നില്ല, നിങ്ങളിപ്പോൾ തന്നെ വായിക്കുന്നു. ഈ ബുക്ക് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. ആദ്യം നമ്മൾ വായിക്കുമ്പോഴേക്കും ഇതിൻ്റെ ബൈൻഡൊക്കെ നമുക്ക് ചിലപ്പോൾ നമുക്കിത് വായിക്കുന്നുണ്ട്, പക്ഷെ വായിച്ചത് നല്ല രസമായിരിക്കും. ഈ ബുക്ക് നേതാവ് രക്ഷപ്പെടുന്നത് എന്ന ഈ പുസ്തകത്തിൽ 9 കഥകളുണ്ട്. ആ 9 കഥകളും വളരെ രസകരമാണ്. ഈ ബുക്ക് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നേതാവ് രക്ഷപ്പെടുന്നത് എന്ന കഥയാണ്. ഇത് വളരെ രസമുള്ളൊരു കഥയാണ്. പ്രകൃതിയുമായി വളരെ ഇണങ്ങുന്നൊരു കഥയും കൂടിയാണ്. ഒരാളുടെ ജീവിതം വളരെ വ്യക്തമായിട്ട് ആ കഥയിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ നേതാവ് രക്ഷപ്പെടുന്നത് പോയ കാലത്ത് നിന്നുള്ള കഥകളാണ്. ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ അവർ നമ്മുടെ അടുത്തുള്ളത് പോലെ നമുക്ക് ചിലപ്പോൾ അനുഭവപ്പെടും. ഈ ബുക്കിൻ്റെ തുടക്കത്തിൽ ഈ കവിയുടെ അധികം ആർക്കും അറിയാത്തതുകൊണ്ട് ഈ കവിയെ പറ്റി ഞാൻ ചെറിയൊരു വാക്ക് പറയാം. ഗ്രന്ഥകാരനെ പറ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ വായിക്കാൻ പോകുന്നത്. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്ത് അറ്റുനൂറ്റി മംഗലത്ത് 1938 ജനിച്ചു. കടുത്തുരുത്തി സെൻറ്റ് മൈക്കിൾസ് ഹൈസ്കൂളിൽ പഠിച്ചു. പിന്നീട് BA-ക്കുള്ള പഠനം തലശ്ശേരി സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിൽ ഭാഷാ അധ്യാപകനായി, പിന്നീട് കോഴിക്കോട് ദേവഗിരി സേവിയർ ഹൈസ്കൂളിൽ അധ്യാപകനായി. അവിടുന്ന് തന്നെ വിരമിച്ചു. എന്നതിൻ്റെ വിലാസവും ഞാൻ പറയാം. എൻ്റെ ശബ്ദത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കൂട്ടുകാർ ക്ഷമിക്കണം, കാരണം എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട്. വിലാസം: തുമ്പുങ്കൽ വീട്, തലം കണ്ടം പറമ്പ്, കോവൂർ ചെയ്യൂർ PO, കോഴിക്കോട് 17. മൊബൈൽ നമ്പർ 94 47 45 93 26. ഈ ബുക്ക് വളരെ നല്ല ബുക്കാണ്. ഈ ബുക്കിനകത്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കടൽക്കരയിലെ ധനികൻ്റെ ദാരിദ്ര്യം, കടൽക്കരയിലെ അജ്ഞാത പ്രേതം, നേതാവ് രക്ഷപ്പെടുന്നത്, ഭാഗ്യം വരുന്ന വഴി, കാലം പോയ പോക്ക്, അനാഥാലയത്തിൽ, കലാക്ഷേത്രം, ഗ്രാമത്തിൻ്റെ ഉണർവ്, വേനൽ മഴ. എനിക്ക് രണ്ടാമത് ഇഷ്ടപ്പെട്ടത് കലാക്ഷേത്രമാണ്. കാരണം അതിൽ ഒരു പാവം കോളൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നേ. ആ ആളിനാണെങ്കിൽ ചെണ്ട കൊട്ടാൻ നല്ലോണം അറിയാം. ഒരു സാറിന് ചെണ്ട കൊട്ടാനിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെണ്ടയുടെ താളം കേൾക്കാൻ ഒരു സാറിന്, ആ സാറിൻ്റെ ചേറിൻ്റെ പേര് എനിക്കറിഞ്ഞൂടാ. ആ സാറ് ഈ കോളിനെ വിളിച്ച് ഒരു കുടിലും കെട്ടിക്കൊടുത്ത് അങ്ങനെ അവിടെ ഒരു വലിയ കലാക്ഷേത്രം ആരംഭിച്ച്. ആ കഥ വളരെ രസകരമായൊരു കഥയാണ്. ഈ ഔസേഫ് മാസ്റ്ററിൻ്റെ ഈ ബുക്ക് വളരെ രസകരമായ ബുക്കാണ്. ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ജീവചരിത്രമാണ്, ഒരു കവിയെ പറ്റിയുള്ളതാണിത്. ഈ പുസ്തകത്തിലെ കഥാപാത്രം നമ്മുടെ അയൽപത്തുകാർ തന്നെയാണ്. എന്ന് വെച്ചാൽ അത്രത്തോളം ഇണങ്ങാൻ ഈ പുസ്തകത്തിൽ അത്രത്തോളം ഇണങ്ങാൻ എന്നല്ല, അത്രത്തോളം നമ്മൾ സാധിക്കാൻ ഈ ബുക്കിന് പറ്റും. കാരണം നല്ല ഉഗ്ര ബുക്കാണിത്. നിങ്ങളിത് എന്തായാലും വായിച്ച് നോക്കണം. കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ നിങ്ങൾക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ കോപ്പികൾ ചിലപ്പോൾ കിട്ടുന്നതായിരിക്കും. എനിക്ക് ഫോണുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് എനിക്ക് അമ്മാതിരി കാര്യങ്ങൾ അറിഞ്ഞുകൂടെ. നോക്കിയാൽ കിട്ടുമായിരിക്കും, എല്ലാം കിട്ടത്തില്ലേ. ഇതിനകം 117 പേജുകളുണ്ട്. നമുക്ക് 9 ദിവസം കൊണ്ട് വേണമെങ്കിൽ ഈ ബുക്ക് വായിക്കാം. ഓരോ ദിവസം ഓരോ കഥകൾ, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് വായിക്കാം. ഒരു ദിവസം 3 കഥ വെച്ച് വായിച്ചാലും 3 ദിവസം കൊണ്ട് വായിക്കാം. 3 39. അടുത്ത ഞാനൊരു കുഞ്ഞ് ബുക്കായിരിക്കും, പക്ഷേ അതിനകത്തുള്ള അറിവ് വളരെ വലുതായിരുന്നു. അടുത്തൊരു കവിയെ പറ്റിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അടുത്ത ബുക്ക് എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ ബുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത്രയ്ക്ക് നല്ലൊരു ബുക്കാണ്.
ഞാൻ പറയുന്ന പോലെ അത് അത്രയ്ക്ക് നല്ല ബുക്കാണ്. ഞാനത് വായിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഒരു തവണ രാമം കണ്ടപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലാവും അത് അത്രയ്ക്ക് നല്ല ബുക്കാണ്. അത്രയ്ക്കും പ്രസിദ്ധ നേടിയൊരു ജനകീയ കവിയെ പറ്റിയാണ് അടുത്തത് എക്സ്പ്ലനേഷൻ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഞാൻ അവരെ പറ്റി ഒരു 2 മിനിറ്റ് കൂടുതൽ എനിക്ക് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ കവിയെ പറ്റി കൂടുതൽ പറയാം, പക്ഷേ ആ കവിയുടെ പേര് ഞാൻ പറയില്ല. നിങ്ങൾ അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനെപ്പറ്റി പറയാം. ഇതിനകത്ത് ക്ലാരമ്മ നേതാവ് വേൽമഴയിൽ നേതാവ് രക്ഷപ്പെടുന്നതിൽ കഥാപാത്രങ്ങൾ, ഈ നേതാവ് രക്ഷപ്പെടുന്ന കഥയിലെ കഥാപാത്രങ്ങൾ നേരെ വേൽമഴയിലോട്ട് വന്ന് അതെന്തായാലും ഉഗ്രം തമാശ. ഞാൻ കൊടി ചിരിച്ചായിരുന്നു. കാരണം ഒരു കഥയിലെ കഥാപാത്രങ്ങൾ നേരെ അടുത്ത കഥയിൽ വന്നുകൊണ്ട് അതിലെ ഏലിക്കുട്ടി എന്നൊക്കെ ഉണ്ടായിരുന്നു. കലാക്ഷേത്രം കഴിഞ്ഞിട്ട് കലാക്ഷേത്രം കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രാമത്തിൻ്റെ ഉണർവാണ്. ചെറിയൊരു കടയിട്ട എന്തായിരുന്നു കറമ്പൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അവിടെ ചെറിയൊരു കടയിട്ട്, ആ കടയിട്ട് പിന്നെ അത് വലിയൊരു കടയായി. അവരുടെ അധ്വാനത്തെയാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയൊരു കയറ്റത്തിലേക്ക് കടന്നാലും അത് പിന്നെ വകുപ്പോഴേ നമ്മൾ ആ കഠിനാധ്വാനിച്ചാൽ അതൊരു വലിയ നേട്ടമായി മാറും. അപ്പോൾ ഇനിയെല്ലാം നിങ്ങോട്ട് 2 മിനിറ്റ് ഞാൻ ആ കവിയെ പറ്റി സംസാരിക്കാം. തുള്ളൽ പ്രസ്ഥാപനത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ കുറച്ച് വരികൾ ഞാൻ പറയാം. മർക്കടാ നോക്കടാ നമ്മുടെ മാകെ കിടക്കുന്ന മർക്കടാ നീ അങ്ങു മാറിക്കിടാശക ദുർഘട സ്ഥാനത്ത് വന്നു ശഹിപ്പാൻ നിനക്കടാ തോന്നുവാനെന്തടാ സംഗതി. ഇത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വരികളാണ്. കല്യാണ സൗന്ദര്യം എന്നൊരു പുസ്തകത്തിൽ അദ്ദേഹം ഈ രസകരമായ വരികൾ പ്രബാധിച്ചുണ്ട്. മറ്റൊരു വരിയുണ്ട്, അതുകൂടി പാടാം. അതും അദ്ദേഹത്തിൻ്റെയാണ്. പാണ്ഡ്യനായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ബലിക്കുന്നില്ല. വളരെ പ്രശസ്തമായ കവിതയാണ് ഇതൊക്കെ. ഈ കവിതയാണെങ്കിൽ ഇപ്പോൾ ഒരു കൊച്ചിനോട് ചോദിച്ചാൽ ഈ കവിത ആരുടെയെന്ന് പറയും. കാരണം അത്രയ്ക്ക് നല്ല രസിപ്പിക്കുന്ന കവിതയാണ് അദ്ദേഹത്തിൻ്റെത്. പ്രാചീന കവിത്രയത്തിൽ ഇതാണ്. പ്രാചീന കവിത്ര ചെറിയൊരു ക്ലൂ തരാം. പ്രാചീന കവിത്രം ആരൊക്കെയാണിത്? ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ കഴിഞ്ഞാൽ മലയാള ഭാഷയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയൊരു കവിയാണ് അദ്ദേഹം. അദ്ദേഹം അമ്പലപ്പുഴയിൽ കലക്കത്ത് ഭവനത്തിലാണ് ജനിച്ചത്. അമ്പലപ്പുഴയിലല്ല, കോഴിക്കോട്ടിൽ കലക്കത്ത് ഭവനത്തിൽ. അദ്ദേഹം പിന്നെ അമ്പലപ്പുഴയിലേക്ക് പോയി. അദ്ദേഹം ഒരു മിഴാവ് കൊട്ടിയിരുന്നു. ആ മിഴാവ് ഇപ്പോൾ ചരിത്രം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അത് എത്രത്തോളം വലിയൊരു കവിയാണെന്ന്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ പേര് ശരൺജി ഗോവിന്ദ്. നിങ്ങൾ എത്രയും നേരം കണ്ടത് വേൾഡ് ഓഫ് നോളജ് ആണ്.